ഹലോ, നമ്മളിന്ന് ഇവിടെ എടുക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ MS ഓഫീസാണ്. MS ഓഫീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പാക്കേജാണ്. ഓക്കെ, പാക്കേജ് എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് 3 കാര്യങ്ങളാണ് വന്നത്. ഒന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേഡ് എന്ന് പറയും, രണ്ടാമത്തെ എക്സൽ എന്ന് പറയും, മൂന്നാമത്തതാണ് പവർ പോയിന്റ്. അങ്ങനെ 3 കാര്യങ്ങളാണ് നമുക്ക് വരുന്നത്. വേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡോക്യുമെന്റേഷന് വേണ്ടിയിട്ടായിരിക്കും നമ്മൾ വേഡ് യൂസ് ചെയ്യണത്. അതേപോലെ കാൽക്കുലേഷന് വേണ്ടിയിട്ടായിരിക്കും എക്സൽ യൂസ് ചെയ്യണത്. പവർ പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രസന്റേഷന് വേണ്ടിയിട്ടായിരിക്കും യൂസ് ചെയ്യണത്. മൈക്രോസോഫ്റ്റ് കമ്പനിയാണ് MS ഓഫീസ് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. നമ്മളിവിടെ യൂസ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൈക്രോസോഫ്റ്റ് 2016 ഓക്കെ, വേഡ് 2016 നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇതിനകത്ത് നമുക്ക് ഫസ്റ്റ് പഠിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേഡാണ്. ഓക്കെ, ഇപ്പം നമ്മൾ ഇതിനകത്ത് ഓപ്പൺ ചെയ്ത് വെച്ചേക്കുന്നതാണ് വേഡ്. ഓക്കെ, ഇതിനകത്ത് നമുക്ക് നോർമൽ രീതിയിൽ നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഫ്രണ്ട് വ്യൂ ആണിത്. ഓക്കെ, ഇതിനകത്ത് ഇവിടെ കണ്ടോ റീസെൻ്റ് ആയിട്ട് നമ്മളിപ്പോൾ ഒരു ഹോം എടുത്തിട്ടുണ്ടെങ്കിൽ റീസെൻ്റ് ആയിട്ട് കാണാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ യൂസ് ചെയ്ത കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അതേപോലെ നമുക്ക് ന്യൂ ഉണ്ട്, ഓപ്പൺ ഉണ്ട്. ഓക്കെ, ഇതൊക്കെ നമുക്ക് ക്ലാസ് തുടങ്ങി കഴിഞ്ഞിട്ടുള്ള പഠിക്കാനുള്ള കാര്യങ്ങളാണ്. ഒരു ഡോക്യുമെൻ്റ് ക്രിയേറ്റ് ചെയ്യണതും അതുപോലെ തന്നെ ഓപ്പൺ ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് വരുന്നത്. ഓക്കെ, അതുകൂടാതെ നമുക്ക് ഇവിടെ ഓൾറെഡി കുറേ ടെംപ്ലേറ്റുകൾ തന്നിട്ടുണ്ട്. ഓക്കെ, ഇവിടെ കണ്ടോ മോർ ടെംപ്ലേറ്റ് എന്ന് കൊടുത്തു വരുന്നത് നമ്മുടെ റൈറ്റ് സൈഡിലായിട്ട് ഒരു ആരോ ഇട്ട് കാണിച്ചിട്ടുണ്ടാവും മോർ ടെംപ്ലേറ്റ് എന്ന് പറഞ്ഞാൽ. ഈ മോർ ടെംപ്ലേറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓൾറെഡി നമുക്ക് ഫിക്സഡ് ആയിട്ട് ഇതിനകത്ത് കുറേ ടെംപ്ലേറ്റുകൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾറെഡി ഡിസൈനും അതേപോലെ കുറേ കാര്യങ്ങൾ ഇതിനകത്ത് കൊടുത്തേക്കുന്ന കാര്യങ്ങളായിരിക്കും ഈ മോർ ടെംപ്ലേറ്റ് എന്ന് പറയുന്നത്. ഈ മോർ ടെംപ്ലേറ്റിൽ വന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നെറ്റ് കണക്റ്റഡ് ആണെങ്കിൽ നമുക്ക് ഇതിനകത്ത് കൊടുത്താണ് ഏത് ടെംപ്ലേറ്റുകൾ വേണമെങ്കിലും നമുക്ക് ഇതിനകത്ത് യൂസ് ചെയ്യാം. ഓക്കെ, നമുക്ക് ഇതിനകത്ത് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് ആ ടെംപ്ലേറ്റ് നമ്മുടെ ഡോക്യുമെൻറ്റിൽ വരും. ഇനി നമുക്കതല്ല വേണ്ടത്. നമുക്ക് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ ഒരു ബ്ലാങ്ക് ഡോക്യുമെൻ്റ് ആണ്, സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് നമുക്കൊരു ബ്ലാങ്ക് ഡോക്യുമെൻ്റ് ആണ് വേണ്ടത്. അപ്പോൾ ഇതിനകത്ത് ബ്ലാങ്ക് ഡോക്യുമെൻറ്റിൽ വന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ് ഇങ്ങനത്തെ ഒരു ഫ്രണ്ടാണ് കാണാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു വ്യൂ ആയിരിക്കും കാണാൻ പറ്റുന്നത്. ഓക്കെ, ഇതിനകത്ത് മേളിൽ കാണുന്ന ബാറിനെ നമ്മൾ വിളിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടൈറ്റിൽ ബാർ എന്നാണ് നമ്മൾ പറയണത്. ഇതിൻ്റെ മേളിൽ കാണുന്ന ബാറാണ് ടൈറ്റിൽ ബാർ. ഓക്കെ, ഇതിനകത്ത് നമുക്ക് ഇതിനെ ഓരോ ടാബുകളായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോം, ഇൻസേർട്ട്, ഡിസൈൻ, ലേഔട്ട്, റെഫറൻസ്, മെയിലിങ്സ്, റിവ്യൂ, വ്യൂ, ഇതെല്ലാം എന്താണ് ഓരോ ടാബുകളാണ്. ഇത് അറേഞ്ച് ചെയ്തേണ സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിബൺ എന്ന് പറഞ്ഞ സ്റ്റൈലിലാണ് അറേഞ്ച് ചെയ്തേണത്. കാരണം റിബൺ എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്ട്രെയിറ്റ് ആയിട്ടുള്ള വ്യൂ കണ്ടോ, ഈ വ്യൂവിനെയാണ് നമ്മൾ റിബൺ എന്ന് പറയുന്നത്. സാധാരണ രീതിയിൽ നമ്മൾ എന്തെങ്കിലും ഒരു സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഡയറക്റ്റ് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് നമുക്ക് നേരെ താഴേട്ടായിരുന്നു ഇതിൻ്റെ ഓപ്ഷൻസ് കാണിച്ചുകൊണ്ടിരുന്നത്. അതിന് പകരം നമുക്ക് എന്താണ് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു വ്യൂ പോലെ കാണിച്ചതുകൊണ്ടാണ് നമ്മൾ ഇതിനെ റിബൺ എന്ന് വിളിക്കുന്നത്. ഓക്കെ, എന്തെങ്കിലും രീതിയിൽ ഈ റിബൺ നമുക്ക് ഇപ്പോൾ കാണാൻ പറ്റണില്ല, ജസ്റ്റ് ഇവിടെ ഈ ആരോയിൽ വന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ റിബൺ ക്ലോസ് ആയി പോകും. കണ്ടോ, ഇതേപോലെ ക്ലോസ് ആയി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ആ ഹോം ടാബിൽ വന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് ഓപ്പൺ ആയി വരും. പക്ഷേ നമ്മൾ ഇതിനകത്ത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാൻ നേരത്തെ അത് പോകും, പുറത്ത് നമ്മുടെ ഡോക്യുമെൻറ്റിൽ ക്ലിക്ക് ചെയ്യാൻ നേരത്ത്. അങ്ങനെ പോവാതിരിക്കാനായിട്ട് നമുക്ക് ഹോമിൽ വന്ന് ക്ലിക്ക് ചെയ്യാൻ നേരത്ത് ഇവിടെ ഒരു ജസ്റ്റ് ഒരു പിൻ പോലെ ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. ഓക്കെ, അല്ലെങ്കിൽ അതിൻ്റെ Ctrl F1 ആണ് അതിൻ്റെ ഷോർട്ട് കട്ട്. അതിൽ വന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പിന്ന് വീണ്ടും ആഡായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഇത് കാണാൻ പറ്റും. കണ്ടോ, ഇനി നമുക്ക് ഇവിടെ വന്ന് ക്ലിക്ക് ചെയ്താലും നമുക്ക് ആ ഓപ്ഷൻ പോകില്ല. ഓക്കെ,